യു ആർ ലിസ്ണിംഗ് ഹാപ്പിനെസ് ഫ്രീക്വൻസി റേഡിയോ സുനുവാണ് എന്ന് പറയുമ്പോൾ മാത്നി മാഷപ്പ് ലെമിയാണ് കൂടെയുള്ളത്. അങ്ങനെ ആശാൻ എന്ന് പറയുന്ന സിനിമയുടെ വിശേഷങ്ങളുമായിട്ട് ഇനിയും ഞാൻ ഒറ്റയ്ക്കല്ല എന്ന് പറയുമ്പോൾ കൂടെ ആരായിരിക്കും എന്ന് ഗസ് ചെയ്യാൻ പറ്റുമോ? എന്നാലും ഗസ്സിങ് കറക്റ്റാണോ തെറ്റാണോ എന്നുള്ളത് ഇപ്പോൾ അറിയാനായിട്ട് സാധിക്കും. നമ്മുടെ കൂടെ ജോയിൻ ചെയ്യുന്നത് നമ്മുടെ ഇന്ദ്രൻ ചേട്ടനാണ്. മലയാള സിനിമയിലെ ഐക്കോണിക് ആക്ടേഴ്സ് അല്ലെങ്കിൽ എവർഗ്രീൻ മൂവീസിൽ മനോഹരമായിട്ടുള്ള ക്യാരക്ടേഴ്സ് സമ്മാനിച്ചിട്ടുള്ള ഇന്ദ്രൻ ചേട്ടൻ്റെ അങ്ങനെ 2026 ഫെബ്രുവരി 5-ാം തീയതി എന്ന് വെച്ചാൽ ഇന്ന് ആശാൻ എന്ന് പറയുന്ന സിനിമ റിലീസ് ആയിരിക്കുകയാണ്. ഈ ഒരു സിനിമയെ പറ്റി എന്താണ് ചേട്ടന് പറയാനുള്ളത്? ഇതുവരെ ചെയ്തിരിക്കുന്ന ക്യാരക്ടേഴ്സിൽ നിന്ന് ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണോ ഈ ഒരു സിനിമയിൽ? അങ്ങനെയല്ല, വ്യത്യാസമുള്ളൊരു സബ്ജക്റ്റും സിനിമയിൽ നിന്ന് തന്നെയുള്ള സിനിമയായിട്ട് ബന്ധപ്പെട്ടവരുടെ ജീവിതവും അതിനകത്തൊരു കഥയും അങ്ങനെ ഒരു 2-3 കഥ പറയുന്ന ഒരു സിനിമയാണ്. അതിലെ ഒരു പ്രധാന വേഷം ചെയ്യാൻ അവസരം ഉണ്ടായി. എന്റെ സന്തോഷവും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒരു ക്യൂരിയോസിറ്റിയുടെ പുറത്ത് ചോദിക്കുകയാണ്, ആശാൻ എന്നാണ് ടൈറ്റിൽ നെയിം. ആ ഒരു ക്യാരക്ടറിന്റെ പുറത്താണോ ഈ ഒരു മൂവി പോകുന്നത്? ആശാൻ എന്ന് പറയുന്ന ആ ഒരു ക്യാരക്ടർ ചെയ്യുന്നത് ഇന്ദ്രൻ ചേട്ടനാണോ? ആ ക്യാരക്ടർ ചെയ്യുന്നതാണ്. ആ ഒരു ക്യാരക്ടറിനെ പറ്റി എന്താണ് ഇന്ദ്രൻ ചേട്ടന് പറയാനുള്ളത്? ഒരു ഫ്ലാറ്റില് താമസിക്കുന്ന ഈ ചെറുപ്പക്കാരെ പോലെ ഈ റീൽസും അതുമൊക്കെ ചെയ്ത് സിനിമാ മോഹമൊക്കെ ആയിട്ട് നടക്കുന്ന ഒരു പ്രായമുള്ള ഒരാള്. അത്രയും പ്രായമുണ്ട് ആൾക്ക്. അസോസിയേഷന്റെ ആ ഫ്ലാറ്റിലെ മറ്റുള്ള അസോസിയേഷന്റെ ഒക്കെ ഭാരവാഹി എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരാളാണ് ഈ ആശാൻ. അങ്ങനെ ആശാന്റെ ഒരു യാത്രയാണ് അത് പറയുന്നത്. ഓക്കെ, ഈ ഒരു സിനിമയുടെ കാസ്റ്റിംഗ് നോക്കുന്ന സമയത്ത് കാണാനായിട്ട് സാധിക്കുന്നത് ഒരുപാട് ചെറുപ്പക്കാരിലൂടെയാണ് ചേട്ടൻ അഭിനയിച്ചേക്കുന്നത്. എങ്ങനെയുണ്ടായിരുന്നു ആ ഒരു എക്സ്പീരിയൻസ്? നമ്മളും കുട്ടിയാവും, ഒരുപോലാവും. അവര് നല്ല ഊർജ്ജമല്ലേ, അപ്പൊ നമ്മളും അങ്ങനെ ആവും. അപ്പൊ കുറച്ചും കൂടെ പ്രായം കുറയാനായിട്ട് പറ്റിയെന്നല്ലേ, മനസ്സുകൊണ്ടും എല്ലാം കൊണ്ടും അല്ലേ? ഉറപ്പായിട്ടും. എങ്ങനെയുണ്ടായിരുന്നു ഷൂട്ടിങ്ങും കാര്യങ്ങളും ഒക്കെ? മറ്റുള്ള സിനിമകൾ പോലെ ആയിരുന്നോ? എന്താണ് ഒരു പ്രത്യേക ഒരു എക്സ്പീരിയൻസ് പറയാനായിട്ട് ഉണ്ടോ ആശാൻ എന്ന സിനിമയെ പറ്റി പറയുമ്പോ? എപ്പോഴും ഒരു സിനിമയുടെ ഷൂട്ടിംഗ് ക്രൂ കംപ്ലീറ്റ് കാണും, യൂണിറ്റും കാര്യങ്ങളും. പിന്നെ ഫ്ലാറ്റിലെ താമസിക്കുന്ന നമ്മുടെ ഒരു ടീം കംപ്ലീറ്റ്. അങ്ങനെ എപ്പോഴും ഒരു ഉത്സവം പോലെ ആൾക്കൂട്ടം ഉണ്ടായിരുന്നു എല്ലാ ഷോട്ടിലും. അപ്പൊ അത് പിന്നെ ഡയറക്ടർക്ക് വളരെ നിശ്ചയമുള്ള ഓരോ കഥാപാത്രവും നമുക്ക് പറഞ്ഞു തരുന്നത് ഭയങ്കര രസമായിട്ടും ആളും ഭയങ്കര രസമാണ്. ആളെ തമാശയും കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഭയങ്കര കൂളായിട്ട് അങ്ങനെ ഒരു ഷൂട്ടിങ്ങിന്റെ ഭാരം നമുക്ക് തോന്നൂല. അങ്ങനെയുള്ള ഒരു വർക്കായിരുന്നു. ഈ ജോൺ പോൾ സാറിനെ പറ്റിയാണോ പറഞ്ഞു വരുന്നത്? അതെ, ജോൺ പോൾ ജോർജ്. അങ്ങനെയാണെങ്കിൽ ജോൺ പോൾ ജോർജ് സാറിനെ പറ്റി എന്താണ് പറയാനുള്ളത്? സ്ക്രിപ്റ്റും ഡയറക്ഷനും ഒക്കെ സാറാണ് ചെയ്തേക്കുന്നത്. എന്താണ് പറയാനായിട്ട് ഇങ്ങനെ മനസ്സിലേക്ക് ഓടി വരുന്നത്? ആദ്യം നമ്മളെ ഒരുപാട് നമുക്ക് അതിനോട് അങ്ങ് ചേരാൻ പറ്റുന്ന രീതിയിൽ കഥാപാത്രവും സീനും പറഞ്ഞു തന്നിട്ട് ആ ഷോട്ട് എടുക്കുമ്പോൾ ആള് മ്യൂസിക് ഒക്കെ ചെയ്ത് ഈ സോങ് അതിന്റെ റീമ്യൂസിക് ഒക്കെ നമുക്കൊരു താളം ഇട്ട് തരും. അങ്ങനെ ആള് തന്നെയാണ് മ്യൂസിക്. അപ്പൊ എല്ലാം വളരെ ചിട്ടയോടെ ആയിരുന്നു. അതൊരു ഉത്സാഹം തോന്നും. നമുക്ക് ആ സീൻ കഴിഞ്ഞു പോകുന്നതും ദിവസം കഴിഞ്ഞു പോകുന്നതും ഒന്നും അറിയില്ല. എല്ലാ ക്യാരക്ടേഴ്സിനും എല്ലാവർക്കും അങ്ങനെ ആയിരുന്നു. എല്ലാ സിനിമയിലും ഒരു മാസ്റ്റർ പീസ് അല്ലെങ്കിൽ കയ്യിൽ നിന്ന് കുറച്ച് കാര്യങ്ങൾ സാർ ഇടാറുണ്ട്. അതുപോലെ ഈ ഒരു സിനിമയിൽ സ്പെഷ്യലായിട്ട് എന്തെങ്കിലും ഇട്ടിട്ടുണ്ടോ? ഇല്ല ജി, അങ്ങനെയില്ല. അത് ആവോളം ജോൺ പോൾ ജി തരുന്നുണ്ട് ഈ പടത്തിന്. ഒരുപാട് നമുക്ക് അതിന്റെ ഈ ക്യാരക്ടറിന്റെ യാത്രയിൽ നമുക്ക് വേണ്ടുന്ന അതുപോലുള്ള ടിപ്സുകളൊക്കെ ആവോളം തരുന്നുണ്ട് ആള് തന്നെ. നമുക്ക് അത്യാവശ്യം ചിന്തിക്കേണ്ടി വരുന്നില്ല. പിന്നെ ക്യാരക്ടറിന് ഒരു പ്രത്യേകതയൊക്കെ ഉണ്ട്. 2-3 തലങ്ങളുണ്ട്. ഒരു കാഴ്ചക്കാരനും അഭിനയം അങ്ങനെ മാറി പോകുന്ന ഒരു ഇതുണ്ട്. ഈ ഒരു സിനിമയെ പറ്റി എന്താണ് പ്രേക്ഷകരോട് പറയാനുള്ളത്? അത് നമ്മൾ സാധാരണ പറഞ്ഞു പോകുന്ന കഥയിൽ നിന്ന് ഒത്തിരി വ്യത്യാസമുള്ള ഒരു വിഷയമാണ്. സിനിമയൊക്കെ അവർ കണ്ടിട്ടുണ്ടെങ്കിലും അതൊക്കെ ഒരുപാട് വിഭിന്നമാണ്. അത് തിയേറ്ററിൽ തന്നെ കാണാൻ ശ്രമിക്കണം. അതിന്റെ സുഖം അങ്ങനെയാണ്. അത്രയും നിറഞ്ഞ ഒരു ക്യാൻവാസ്, അത്രയും തിരക്കുള്ള, അത്രയും ആർട്ടിസ്റ്റുകൾ ഒരുമിച്ച് നിൽക്കുന്ന 10-100ഓളം പേര് ഒരുമിച്ച് നിൽക്കുന്ന ഫ്രെയിമുകൾ, അതുപോലെ ഒരു നിറഞ്ഞ തിയേറ്ററിൽ ഇരുന്ന് കാണുമ്പോഴുള്ള സുഖം അനുഭവത്തിന് വ്യത്യാസം നൽകും. അതുകൊണ്ട് എല്ലാവരും തിയേറ്ററിൽ തന്നെ ആശയം കാണണം. നിരാശപ്പെടുത്തില്ല എന്ന് ഉറപ്പാണ്. ഈ ഉറപ്പ് കൊടുക്കാനായിട്ട് കഴിയുന്നത് നമ്മുടെ പ്രീവിയസ് സിനിമ വർക്ക്സിലൂടെ തന്നെയാണ്. ജോൺ പോൾ സർ തന്നെയാണ് ഗപ്പി ആയിക്കോട്ടെ, അതുപോലെ തന്നെ അമ്പിളി സിനിമയൊക്കെ ഡയറക്റ്റ് ചെയ്യും റൈറ്റ് ചെയ്യുകയും ചെയ്തിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ ന്യൂ സിനിമയാണ്. അങ്ങനെ ഈ ഒരു ടീമിന്റെ കൂടെ ചെയ്ത സമയത്ത് അങ്ങനെ മറക്കാനായിട്ട് പറ്റാത്ത അല്ലെങ്കിൽ ഈ ഒരു ക്യാരക്ടറിനോട് അടുപ്പം തോന്നിയ എന്തെങ്കിലും കാര്യം പറയാനായിട്ടുണ്ടോ? പല പടങ്ങളും അഭിനയിച്ചു പോയെങ്കിലും നമ്മളെ കൂടെ കൊണ്ടുപോകുന്ന കഥാപാത്രങ്ങളുണ്ട്. നമ്മളെ വിടാതെ പിന്തുടരുന്ന കഥാപാത്രങ്ങളും കഥയും ഉണ്ട്. അത് തീരുന്നവരൊരു ഉത്സാഹമായിരുന്നു. അപ്പൊ അതിന്റെ യാത്ര ആ സിനിമ ഇറങ്ങുമ്പോഴും നമ്മൾ മനസ്സിൽ കണ്ടത് കിട്ടിയോ, പ്രേക്ഷകർക്ക് കിട്ടിയോ എന്നുള്ള ഒരു ഉള്ളിലിങ്ങനെ അതിന്റെ മ്യൂസിക്കും അതിന്റെ പാട്ടും ഒക്കെ പിന്തുടർന്നുകൊണ്ടിരിക്കുന്നു. അത് കാഴ്ചക്കാരിലേക്ക് പകർന്നു കിട്ടുമെന്നാണ് വിശ്വാസം. ഈ ഒരു സിനിമയിലേക്ക് സാറിനെ വിളിക്കാനായിട്ടുള്ള റീസൺ എന്തെങ്കിലും ഡയറക്ടർ സാർ പറഞ്ഞായിരുന്നോ? അങ്ങനെയൊന്നും പറഞ്ഞില്ല. ഈ ഒരു സ്റ്റോറി ചൂസ് ചെയ്യാനായിട്ട് എന്തെങ്കിലും കാരണമുണ്ടോ ഇന്ദ്രൻ ചേട്ടൻ?
ഞാൻ അങ്ങനെ ഒന്നും പ്രത്യേകിച്ച് തിരിഞ്ഞിടാറില്ല. വീട് കിട്ടും, അപ്പൊ അതിന് വീട് കിട്ടിയതിൽ ഒരു വലിയ രീതിയാണ് ഈ ആശാൻ. കേട്ടപ്പോ വീണ് കിട്ടി, അങ്ങനെ ഇഷ്ടപ്പെട്ടു, അങ്ങനെ ചെയ്തതാണെന്നല്ലേ? അതെ അതെ, ഹോമൊക്കെ കാണുമ്പോൾ നമുക്കൊരു ആവേശവും കഥ കേൾക്കുമ്പോൾ തോന്നുന്ന പോലെ ഒരു ആവേശം ഇതിലും തോന്നിയായിരുന്നു. ഓക്കെ. ഒരു ന്യൂജൻ ഒരു ആളായിട്ടാണോ ഈ ഒരു സിനിമയിലെ ക്യാരക്ടർ വരുന്നത് ഇന്ദ്രൻ ചേട്ടന്റെ? ആള് ജനിച്ചതിനൊപ്പമാണ്. ആള് പ്രായം മറന്ന് കുട്ടികൾക്കൊപ്പം ഈ കുസൃതി നിറഞ്ഞ റീൽസും കോമഡിയൊക്കെ ഈ മൊബൈലിൽ ചെയ്തിട്ടുകൊണ്ടിരിക്കില്ലേ, അങ്ങനത്തെ ഒരു വൃദ്ധന. മറ്റേ ഹോമിൽ നിന്ന് വേറൊരു വെറൈറ്റി വേഷമാണോ ഈ അപ്പൊ ആശാൻ എന്ന് പറയുന്ന ക്യാരക്ടർ? അതെ അതെ അതെ, കുറച്ചുകൂടെ തുള്ളിച്ചാടി നടക്കുന്ന ഒരാളാണ്. ഈ ഒരു സിനിമയിൽ പാട്ട് സിനിമ എല്ലാം ഉണ്ടോ ഇന്ദ്രൻ ചേട്ടന്റെ? ഉണ്ട്, കുറച്ച്. നമ്മൾ പാട്ട് അങ്ങനെ ആരും പാടുന്നതായിട്ടെങ്കിലും സിറ്റുവേഷൻ അനുസരിച്ച് സീനുകൾ ഇങ്ങനെ കാണിച്ചു പോകുന്ന സോങ്ങുകളാണ്. ആണല്ലേ? ഓക്കെ ഓക്കെ. കഥ പറഞ്ഞു പോകുന്ന. എന്തായാലും മൊത്തത്തിൽ നല്ലൊരു ഓൾ ദി ബെസ്റ്റ് എന്തായാലും നേരുകയാണ്. താങ്ക് യു സോ മച്ച് ഞങ്ങളുടെ കൂടെ ജോയിൻ ചെയ്തതിന്. പുതിയ സിനിമകൾ ബാക്ക് ടു ബാക്ക് വരുന്നുണ്ടെന്ന് പ്രതീക്ഷിക്കുന്നു. ആ ഒരു വിശേഷങ്ങളും പങ്കുവെക്കാനായിട്ട് വീണ്ടും ജോയിൻ ചെയ്യാനായിട്ട് പറ്റട്ടെ. താങ്ക് യു സോ മച്ച് സർ. നിങ്ങൾ കേൾക്കുന്നത് റേഡിയോസിനോ, നമുക്ക് കേട്ട് കേട്ട് കൂട്ടുകൂടാം.